CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തോളൂരിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. തോളൂർ നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമൊക്കെയായി ആഘോഷത്തിന്റെ നിറവിൽ മുങ്ങി. ഓണക്കുലകളിൽ കേമനാണ് ചെങ്ങഴിനാടിന്റെ ചെങ്ങാലിക്കോടൻ. തേനൂറുന്ന രുചിയും രൂപഭംഗിയുമാണ് ചെങ്ങാലിക്കോടനെ മറ്റ് നേന്ത്രവാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ മെഗാ ഓണപ്പാട്ടിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് അണിനിരന്ന് നടത്തിയ ഏറ്റവും വലിയ ഓണപ്പാട്ട് ആലാപനത്തിലൂടെയാണ് ഓണപ്പാട്ട് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ലോക റെക്കോർഡ് കൈവരിച്ചത്. ക്യാൻസർ രോഗികളെ സഹായിക്കാൻ കായ വറുത്തതും ശർക്കര ഉപ്പേരിയും വിൽപ്പന നടത്തി വിദ്യാർത്ഥികൾ. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കായ വറുത്തതും ശർക്കര ഉപ്പേരിയും വിൽപ്പന നടത്തുന്നത്. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടുന്നതിനിടെ ഡാൻസ് ഓഫ് സംഘങ്ങളെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ചങ്ങരംകുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സാമൂഹിക ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗവൺമെന്റ് രാജാസർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ NSS വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്നു. VBG റാംജിയുടെ മറവിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ വകയിരുത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉത്സവബത്ത വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേച്ചേരി ചിറനെല്ലൂരിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറനെല്ലൂർ വീട്ടിൽ 58 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് വെള്ളിയാഴ്ച രാവിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPIM നേതാവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന TK അബ്ദുൾ റഹ്മാന്റെ 6ാം ചരമവാർഷിക ദിനം ആചരിച്ചു. സെപ്റ്റംബർ 1-ന് CPI നേതൃത്വത്തിൽ നടക്കുന്ന ഡൽഹി ചലോ സമരത്തിന്റെ പ്രചരണാർത്ഥം പാർട്ടി കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജെറുസലേം സെന്റർ മുതൽ ചിറക്കൽ സെന്റർ വരെ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. NH66 ഫുട് ഓവർ ബ്രിഡ്ജ് അണ്ടത്തോടിനും ബദർ പള്ളിക്കുമിടയിൽ പാപ്പാളിയിൽ സ്ഥാപിക്കണമെന്ന് ഗ്രാമസ്വരം സാംസ്കാരിക സമിതി നിവേദനം വഴി ആവശ്യപ്പെട്ടു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ആൽമരം നട്ടു. ക്ഷേത്രത്തിലെ മുമ്പുണ്ടായിരുന്ന ആൽമരത്തിന് 400 വർഷം പഴക്കമുണ്ടായിരുന്നു. കുന്നുകുളം നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട അനന്തുവിനെ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ വിമൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.